ചുങ്കത്തറ ബൈബിൾ കൺവെൻഷനിൽ കാതോലിക്ക ബാവതിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണം. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എത്രയും അഭിവന്യനായ ജോസഫ് മാർ തോമസ് ഉത്രാപ്പൊലിത്ത തിരുമേനി, വന്യനായ വികാരി ജനറൽ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പ, വന്യരായ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കർത്താവിനെ സ്വീകരിച്ച ഏറ്റവും അനുഗ്രഹീതരായ മക്കളെ, നിങ്ങളെല്ലാവരോടും ചേർന്ന് ഈ സമയം ഈ ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുന്നതിലും നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുന്നതിലും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതിലുമെല്ലാം അവിടുന്ന് നൽകിയ ഈ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അവിഭക്തമായ മലബാർ പ്രദേശത്ത് തിരുവല്ല അതിരൂപതയുടെ ഭാഗമായിരുന്ന അക്കാലത്ത് ആരംഭിച്ച ഒരു സുവിശേഷ കൂടാരം 5 പതിറ്റാണ്ട് പിന്നിട്ട് അതിൻ്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ ഏറ്റവും കൃതജ്ഞതയോടെ, അവിടുത്തെ സംരക്ഷണയെ ഏറ്റവും ഹൃദയംഗമമായി നാം ഏവരും ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ഭാഗ്യം നമുക്ക് നഷ്ടപ്പെടരുത് എന്ന ദൈവ പദ്ധതിയാണ്. പ്രകാരം വിശുദ്ധ വേദപുസ്തകത്തെ മുൻനിർത്തി കൂടാരങ്ങളുണ്ടാക്കി ദൈവ വചനത്തിൻ്റെ ഉപാസന ചെയ്യുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിമനോഹരമായി വിശദീകരിക്കുന്നത് പോലെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകരുത്, അവർ നിത്യ ജീവൻ പ്രാപിക്കണം. അതിന് തൻ്റെ ഏകജാതനെ പൂർണ്ണമായി നൽകുന്നതിന്, അവനെ വിട്ടുതരുന്നതിന്, സമർപ്പിക്കുന്നതിന്, യാഗമായി കുരിശിൽ അർപ്പിക്കപ്പെടുന്നതിന് മനസ്സ് വെച്ച് ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാന്റെ ഈ വാക്കുകളിൽ സ്വർഗത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി പൂർണ്ണമായി വെളിവാക്കുന്ന സന്ദേശമാണ്. അവന്റെ പേരിൽ, അവന്റെ നാമത്തിൽ, അവന്റെ സാന്നിധ്യത്തിൽ, അവന്റെ സങ്കേതത്തിൽ നിൽക്കുന്നവർ ലജ്ജിതരാകുവാൻ പാടില്ല. അവനിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരാകണമെന്നത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. അവനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നവർ എല്ലാവരും രക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം. സ്വർഗത്തിന് അവിടുത്തെ പുത്രനിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചുള്ള കരുതലിൻ്റെ ഭാഗമാണിത്. അതിന് തൻ്റെ പുത്രനെ കുരിശിൽ യാഗമായി അർപ്പിക്കുന്നതിന് മടികാട്ടാത്ത ഒരു പിതാവിൻ്റെ വാത്സല്യമാണ് നാം വിശുദ്ധ വചനത്തിൻ്റെ ഇപ്രകാരമുള്ള കൂടാരങ്ങളിൽ ആഘോഷിക്കുക. നമ്മുടെ ഈ നിലമ്പൂർ പ്രദേശത്ത് ഇപ്രകാരം നമ്മുടെ സഭയുടെ നാമത്തിൽ നാം 50 തവണയായി ഒരുമിച്ച് കൂടുന്നു. വിവിധ ദേവാലയങ്ങളുടെ തിരുമുറ്റത്തും സ്രോതസ്സിലും നാം ഒരു തീർത്ഥാടക സമൂഹമെന്നതുപോലെ നാം ഈ വചനവുമായി നടന്നു. ഇപ്പോൾ
കുറെ കൂടി സൗകര്യപ്രദമായ ഈ ചുങ്കത്തറയിൽ നമ്മൾ ഈ കൺവെൻഷന്റെ സുവർണ ജൂബിലി നിറവിൽ എത്തി നിൽക്കുകയാണ്. ഭാഗ്യസ്മരണാർഹനായ അന്നത്തെ തിരുവല്ല രൂപതയുടെ അധ്യക്ഷൻ സക്കറിയാസ് മാർ അഥാനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി തന്റെ ശ്ലൈഹിക വാഴ്വ് കൊണ്ട് അനുഗ്രഹിച്ച ഒരു വചനകൂടാരമാണ്. അതിൻ്റെ 50ലേക്ക് സന്തോഷത്തോടെ പ്രവേശിച്ച് അത് പൂർത്തിയാക്കുക. നമ്മുടെ ഭദ്രാസനത്തിന്റെ ആദ്യത്തെ ഇടയൻ, നമ്മുടെ സഭയുടെ പ്രഥമ കാതോലിക്ക ബാവ സിറിൽ ബസേലിയോസ് ബാവ തിരുമനസ്സുകൊണ്ട് ഈ കൺവെൻഷനിൽ നിരന്തരമായി സംബന്ധിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്ന് നമ്മെ ഭാഗ്യമോടെ ഈ ഭദ്രാസനത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യനായ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഈ കൺവെൻഷനിലെ ഏറ്റവും അനുഗ്രഹപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ അനുബന്ധ ക്രമീകരണങ്ങളിലും തൽപരനും, ഞാൻ ഇന്ന് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ജൂബിലിയുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച് അതെന്നോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനയ പിതാവ് ഇപ്രകാരമുള്ള കൂട്ടായ്മകളിൽ വചനത്തിന്റെ കൂടാരങ്ങൾ അനേകം ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പുരോഹിതനാണ്. ഇന്ന് നമ്മുടെ ഈ നിലമ്പൂർ കൺവെൻഷൻ അതിൻ്റെ 50 വർഷം എന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 50 വർഷം ഈ വചനത്തിന്റെ കൂടാരത്തിൽ ആഘോഷിക്കുന്നത് എന്ത് കാരണത്തിന്റെ പേരിലായിരുന്നു എന്ന് നാം ഒന്നുകൂടി തിരിച്ചറിയണം. നാം എന്തിന്റെ പേരിലാണ് 50 വർഷമായി ഇപ്രകാരം കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചത്? എന്താണ് നമ്മെ വീണ്ടും മുൻപോട്ട് നയിക്കുന്ന അതിപ്രാധാന്യമുള്ള ദൈവബന്ധത്തിന്റെ ഒരു ഘടകം? ദൈവം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു, നമുക്ക് പ്രയോജനമായി, നമുക്ക് ഗുണകരമായി, നമ്മുടെ വീടിനത് പ്രയോജനപ്പെട്ടു, നമ്മുടെ ദേശത്ത് പ്രയോജനപ്പെട്ടു, പള്ളിക്ക് പ്രയോജനപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ വീണ്ടും ദൈവത്തിന്റെ വചനം സത്യസന്ധമാണ്. ദൈവവചനം അത് ജീവൻ നൽകുന്നതും പരിപോഷിപ്പിക്കുന്നതുമാണെന്ന് നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകം ഇതിൻ്റെ പിന്നിലെ ബലമായി, എക്കാലത്തേക്കുമുള്ള ബലമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അതാണ് ഇവിടെ എല്ലാ വർഷവും ആഘോഷിക്കുക. എല്ലാ വർഷവും നാം ഓർക്കുന്നത് ആ ഒരു പ്രമേയമാണ്. അതിൻ്റെ പേരുകൾ പലപ്പോഴും വ്യത്യസ്തമായി അവതരിപ്പിക്കും. വ്യത്യസ്തരായ വചന ശുശ്രൂഷകർ വന്ന് അതിനെക്കുറിച്ച് വ്യാഖ്യാനം പറയും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ കർത്താവ് രണ്ടാമത് വരുന്നത് വരെയും ആവർത്തിക്കപ്പെടുന്ന ആ പരമമായ സത്യത്തിൻ്റെ ആഘോഷം, അത് നാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. വിട്ടുപിരിയാത്ത ദൈവത്തിന്റെ ബന്ധമാണ് ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായം മുതൽ നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ വെളിപാടിൻ്റെ രൂപത്തിൽ ശ്ലീഹ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ മുൻപിൽ ഏറ്റവും ഒടുവിലെ വെളിപാട് പുസ്തകത്തിൽ വരെയും നിഴലിച്ച് നിൽക്കുക. വിട്ടുപിരിയാത്ത ദൈവത്തിന്റെ ബന്ധം, നമ്മോടുള്ള വ്യക്തിപരമായ ബന്ധം, നമ്മെ അവസാനം വരെ ചേർത്തിരുത്തുന്ന ബന്ധം, നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ബന്ധം. ഉൽപ്പത്തിയുടെ ആദ്യ
വാക്യം മുതൽ വെളിപാടിൻ്റെ അവസാനത്തെ വാക്കുവരെ നിഴലിച്ചു നിൽക്കുന്ന ഈ പ്രമേയം, ഈ ദൈവബന്ധത്തിൻ്റെ വിശദീകരണം, അതാണ് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഉള്ളടക്കം. അതാണ് നാം ആഘോഷിച്ചത് 50 വർഷമായി, ഇനിയും ആഘോഷിക്കുന്നതും അത് തന്നെ. കർത്താവ് രണ്ടാമത് വരുവോളം, അതേ കർത്താവായ യേശുവേ നീ വേഗം വരണമേ മാറാനാഥ എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അവസാനം നാം വായിച്ച് തീർക്കുന്നത് പോലെ തന്നെ, അതേ ഈ ബന്ധത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ച് സംസാരിക്കുന്ന, യേശുവിന് മുൻപുള്ള കാലവും യേശു ക്രിസ്തു ജീവിച്ച കാലവും യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ ശ്ലീഹന്മാരുടെ കാലവും വെളിപ്പെടുത്തി ലഭിച്ചിട്ടുള്ള വെളിപാടിൻ്റെ ദർശനങ്ങളുമെല്ലാം ചേർത്ത് ഈ ബന്ധത്തെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. വേദപുസ്തകം തുറന്ന് കിട്ടുന്ന ഭാഗത്തെക്കുറിച്ച് സന്തോഷത്തോടെ സൂക്ഷിച്ചു നോക്കുന്ന പതിവുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ. അതിൽ സന്തോഷത്തോടു കൂടി വീണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം, ഏത് താളിലും ഏത് വാക്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന അടിസ്ഥാനപരമായ ഒരു ബന്ധം, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും മനുഷ്യന് നൽകപ്പെട്ടത് ഒരു വികാരപരമായ തീരുമാനത്തിൻ്റെ പേരിലല്ല എന്ന് നാം തിരിച്ചറിയണം. തന്നെ ഉപേക്ഷിക്കുമെന്നും താൻ വധിക്കപ്പെടുമെന്നും അവരാൽ തന്നെ ക്രൂശിക്കപ്പെടുമെന്നും, കള്ളനെയും തന്നെയും ഒരുമിച്ച് നിർത്തുമ്പോൾ കള്ളൻ നീതിമാനാണെന്ന് പരസ്യമായി പറയുകയും ചെയ്യും എന്നൊക്കെ അറിവുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം നാം തിരിച്ചറിയുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കി ദൈവം മായാത്ത മുദ്ര നമുക്ക് നൽകുക. ജീവിതത്തിൻ്റെ പരമമായ ഭാഗ്യം, പ്രിയപ്പെട്ടവരെ, നമ്മെ കരുതാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. നമ്മെ കരുതാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട്, അന്വേഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ സ്വകാര്യമായി സങ്കടം പറയാറുണ്ടല്ലോ. നമുക്കൊരു വലിയ പ്രയാസം വന്നിട്ട് ആരും നിലമ്പൂര് വലിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിപ്പോന്നുള്ള ആരും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു വലിയ പ്രയാസമുണ്ടായപ്പോൾ മറ്റുള്ള ആരും ഒന്ന് വിളിച്ചില്ല. ജോ വലിയ സ്നേഹമാണെന്നൊക്കെ കരുതിയിരുന്നു, പക്ഷേ അവരെല്ലാം മാറി നിന്നു എന്ന് പറയുന്ന അനേകര് ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ആ പറയുന്നത് ഒരു നിരാശയിൽ അങ്ങ് ജീവിതത്തിൻ്റെ അവസാനത്തെ സമയത്ത് പറയുന്ന കാര്യമല്ല, ഒരു സങ്കടം പറയുന്നതാണ്. സങ്കടം പറയാൻ ദൈവത്തിന് മുമ്പിൽ സങ്കടം പറയാൻ ആർക്കും അവകാശമുണ്ട്. സങ്കടം പറയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം. ദൈവത്തോടൊന്നും പറയാനില്ല, പറയാനുള്ളതെല്ലാം മന്ത്രവാദികളോടാണ്. ദൈവത്തോട് സങ്കടം പറയുമ്പോൾ ദൈവം അത് മനസ്സിലാക്കും. കാരണം ഉടമസ്ഥനോടാണ് പറയുന്നത്. മറ്റവൻ പണിക്ക് വന്നവനാണ്. പണിക്ക് വന്നവനോട് എന്ത് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ? ഉടമസ്ഥന് കാര്യം മനസ്സിലാകുമല്ലോ. അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം തരുന്ന വസ്തുത. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഞാൻ അഭിമന്യ പിതാവിനോടൊപ്പം അവിടെ സന്ദർശിക്കാൻ പോയപ്പോഴേ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആരുമില്ല, അവൻ മാത്രം. അവന് അന്നെന്തോ കൽപ്പറ്റയിലോ മറ്റോ പോയിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവൻ മാത്രം അവശേഷിച്ചു, ബാക്കി എല്ലാവരും. അപ്പം അവൻ പറയുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ആരുമില്ല. ആരുമില്ല എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു സമയം. അവിടെയാണ് നമുക്ക് ഛായയും സാദൃശ്യവും നമ്മുടെ ജീവിതത്തിൽ നിന്ന്
മാറ്റപ്പെടാത്ത മുദ്ര പതിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അത് നമ്മൾ സ്വയം ആശ്വസിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു തീമല്ല. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ് കൊടുത്താലോ? അങ്ങനെയല്ല. അതാണ് ദൈവം. തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് അറിയാമെങ്കിലും കൂടെ നിൽക്കുന്ന ദൈവം. ദൈവം എടുക്കുന്ന വലിയ സാഹസികമായ തീരുമാനങ്ങൾ നാം സത്യസന്ധമായി വേദപുസ്തകത്തെ ചുംബിച്ച് ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലാകും. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 99 വഴിയരികിൽ വിട്ടിട്ട് മുറിവേറ്റ ഒന്നിനെ തേടി പോകുന്ന കർത്താവിനെ കുറിച്ച്. ആ കർത്താവിൻ്റെ വലിയ കരുണയായിട്ടും വാത്സല്യമായിട്ടും ദീനാനുകമ്പയായിട്ടും ഒക്കെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. സത്യത്തിൽ ദൈവം എടുക്കുന്ന ഒരു റിസ്ക് വളരെ വലുതാണ്. ആരോഗ്യമുള്ള 99 കയ്യിലുണ്ട്. കാലൊടിഞ്ഞോ കൈയൊടിഞ്ഞോ കിടക്കുന്ന ഒരു മുറിവേറ്റതേ പോയിട്ടുള്ളൂ, 99 കസ്റ്റഡിയിലുണ്ട്. അതിനെ വഴിയരികിൽ വിട്ടിട്ട് മുറിവേറ്റതിനെ തേടി പോകുമ്പോൾ 2 കാര്യമാണ്. 99 വഴിയരികിൽ വിട്ടിട്ട് മുറിവേറ്റതിനെ തേടിപ്പോകാൻ മാത്രം ഹൃദയം ആ മുറിവേറ്റതിന് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം. 99 നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. റിസ്ക് എടുത്താണ് ഇത് പോകുക. ചെന്നായ്ക്കൾ അതിനെ ആക്രമിക്കാം. പക്ഷേ കർത്താവിൻ്റെ മുൻപിൽ ഇപ്പോൾ അടിസ്ഥാന പ്രമേയമായി നിൽക്കുന്നത് മുറിവേറ്റ് കിടക്കുന്ന ഈ ആടാണ്. നാം ഈ 50 വർഷമായി ഈ ബൈബിൾ കൺവെൻഷൻ എന്ന് പറഞ്ഞ് ആഘോഷിച്ച തീം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതിൻ്റെ പ്രമേയം എന്താണ്? വേദപുസ്തകത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ആ സന്ദേശം, ഏത് കാര്യമാണ് 50 വർഷമായി നമ്മളിവിടെ ആഘോഷിച്ചത്? അതാണ് നമ്മെ പ്രത്യേകതയുള്ളതാക്കുന്നത്. 50 വർഷം ആഘോഷിച്ചത് വീണ്ടും നമ്മൾ ആഘോഷിക്കുകയാണ്. കർത്താവ് രണ്ടാമത് വരുന്നത് വരെ ആഘോഷിക്കാൻ ഇതല്ലാതെ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട തീം വേറെ ഏതാണ്? അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ ആകർഷണീയമായ അവതരണ രീതിയും അതിൻ്റെ വ്യാഖ്യാതാക്കളുടെ വ്യത്യസ്തതയുമെല്ലാം അതിനെ കൂടുതൽ സ്വീകാര്യതയുള്ളതാക്കി മാറ്റും. സത്യത്തിൽ എന്താ പ്രമേയം? ദൈവബന്ധമാണ്. അത് ചെങ്കടൽ കടക്കുമ്പോഴും അഗ്നിത്തൂണ് കാണുമ്പോഴും മന്നാ പൊഴിയുമ്പോഴും കാടപ്പക്ഷി ലഭിക്കുമ്പോഴും മാറായിലെ കയ്പ് വെള്ളം മധുരമാക്കി കുടിക്കുമ്പോഴും എല്ലാ സമയത്തും ദൈവബന്ധമാണ്. കൽപ്പലകൾ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ജനത്തിൻ്റെ അടുക്കലേക്ക് കൽപ്പലകളുമായി വരുമ്പോൾ മോശ കാണുന്ന കാഴ്ച, അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയത്. അസിസ്റ്റന്റും അസിസ്റ്റ് ചെയ്യാൻ നിന്നവരും എല്ലാം കൂടി ഭയങ്കര ഡാൻസ്, കാളക്കുട്ടിയെ ഉണ്ടാക്കി നൃത്തം ചവിട്ടുന്ന ഇസ്രായേൽ മക്കൾ, യഹോവയെ മറന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം. വേദപുസ്തകത്തിലെ വിശദീകരണത്തിൽ മോശ അതുപോലെ ദേഷ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ പല കൽപ്പലകൾ അടിച്ച് പൊടിച്ച് അത് പൊടിയാക്കി വെള്ളത്തിൽ കലർത്തി അവരെ കൊണ്ട് കുടിപ്പിച്ചു എന്നാണ് പറയുക. ഇൻസ്റ്റന്റ് സൂപ്പ് ഉണ്ടാക്കിയതിൽ ആദ്യത്തെ സംഭവം ഇതായിരിക്കാം. കൽപ്പലകളെല്ലാം ദൈവം നൽകിയതിൻ്റെ സന്തോഷം കൊണ്ട് ജനത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പിന്നീട് ഈ മോശയുടെ മുഖം മാറുകയാണ്. പിന്നീട് ഈ മലയിൽ ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണം. നിന്റെ ജനം അവിശ്വസ്തരായി പ്രവർത്തിക്കുന്നു, കരുണയുണ്ടാകണം, അവരെ ശിക്ഷിക്കരുത്. വീണ്ടും ദൈവം ബന്ധം സ്ഥാപിക്കുകയാണ്. നാം പഴയ നിയമത്തിലെ അനേക സംഭവങ്ങളിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച, ബന്ധത്തിൽ കർത്താവ് ചില ശിക്ഷകളൊക്കെ പറഞ്ഞ് കഠിനമായ ചില ശാസനകളൊക്കെ നൽകി എങ്കിലും വിട്ടുകളയാതെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ഇസ്രായേലിൻ്റെ ജനത്തെ ശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ബന്ധം.
പുതിയ നിയമത്തിലെ അതിമനോഹരമായ യേശു ഭാഷ്യം അത് വിട്ടുപിരിയാത്ത ഇമ്മാനുവേലിൻ്റെ അനുഭവമാണ്. പുതിയ നിയമത്തിൽ കുറച്ചുകൂടി അത് വൈകാരികമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ദൈവം ആരാണെന്ന് നിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അവിടുന്നല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് ശക്തമായി കൽപ്പിക്കുക. സ്വർഗം തുറന്നു പറഞ്ഞില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്ന വാത്സല്യമുള്ളവൻ, ഇവനെ ശ്രവിക്കണം, ഇവൻ പറയുന്നത് കേൾക്കണം. അവൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം പറഞ്ഞില്ലേ, അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. രൂപാന്തരീകരണത്തിന്റെ മലയിൽ വീണ്ടും കർത്താവ് പ്രത്യക്ഷനാകുമ്പോ സ്വർഗം തുറന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിയില്ലേ ഈ പ്രബോധനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനെ ശ്രവിക്കണം. എന്തെല്ലാം അത്ഭുതകരമായ സാക്ഷ്യപ്പെടുത്തലാണ് നൽകിയിരിക്കുക. അതേക്കുറിച്ചൊന്നും വിശദമായി പറയുന്നതിനുള്ള ഒരു സാവകാശമല്ല. ഏറ്റവും ഒടുവിൽ കർത്താവിൻ്റെ ശരീരം നഷ്ടപ്പെടാതെ ഇരിക്കാൻ ക്രൂശിന് കാവൽ നിർത്തിയിരുന്ന ഒരു സൈന്യാധിപൻ കാലാവസ്ഥയിലുണ്ടായ മാറ്റം സ്വർഗത്തിന് എന്തോ പറയാനുണ്ടെന്ന ബോധ്യത്തിൽ ഇയാൾ അത്ഭുത പരതന്ത്രനായി നിൽക്കുമ്പോ ഇതെല്ലാം കണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ലോകത്തോടൊരു സാക്ഷ്യം പറഞ്ഞു, സത്യമായും ഇവൻ ബാക്കി പറ ദൈവപുത്രനായിരുന്നു, ഇവൻ നീതിമാനായിരുന്നു. സത്യമായും ഇവൻ ദൈവപുത്രൻ. വാസ്തവത്തിൽ കെറിഗ്മ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നാണ്. ചൂട് വിട്ടുമാറാതെ ഇരിക്കുന്ന ശരീരത്തെ ചേർത്ത് നിർത്തി ഈ സൈന്യാധിപൻ പറയുന്നു, ട്രൂലി ഹി ഈസ് എ സൺ ഓഫ് ഗാഡ്, അവൻ സത്യമായും ദൈവപുത്രനാണ്. അപ്പസ്തോലന്മാരുടെ കാലത്ത് എന്താ സംഭവിച്ചത്? അവർ കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതും അവരെ ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങൾ അവർ ദൈവബന്ധത്തെക്കുറിച്ച്, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പത്രോസും യാക്കോബും യോഹന്നാൻ ഒരു സുന്ദര കവാടം കഴിഞ്ഞ് പോകുമ്പോ യാചകൻ എല്ലാവരോടുമായി ചോദിക്കുന്നത് പോലെ അവരോടും ചോദിച്ചു, എന്ത് വെള്ളം തരുമോ? അപ്പൊ പത്രോസ് ലീഗ പറഞ്ഞു, സ്വർണവും വെള്ളിയും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ ബാക്കി. ഇവിടെ ഇപ്പം വേദപുസ്തകമൊക്കെ ഒന്നും പറയത്തില്ലേ? വേദപുസ്തകമൊക്കെ പറയുന്ന പാപമൊന്നുമല്ല കേട്ടോ, ഓർത്തോണം. ആരെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പറയരുതെന്നുമല്ലോ? ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് നടക്കുക. എന്താണ് ലോകത്തോട് പറഞ്ഞത്? ഞങ്ങൾക്കുള്ള സമ്പത്തെന്ന് പറയുന്നത് ഈ ദൈവബന്ധമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നടക്കും. ദൈവബന്ധത്തിന്റെ വിശദീകരണമാണ് അപ്പസ്തോല പ്രവൃത്തികളിലൊക്കെ നാം കാണുക. അതേ വെളിപാടിന്റെ അവസാനത്തെ വാക്കുവരെ, മാറാനാഥ, കർത്താവായ യേശുവേ, അതേ നീ വേഗം വരണമേ, ആമേൻ. ആ ബന്ധമാണ്. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്ന ഇടത്ത് നമ്മെ പ്രവേശിപ്പിക്കുന്നതിന് നമ്മെ കരുതുന്ന ഒരു ദൈവം, വിട്ടുപിരിയാത്ത ബന്ധമുള്ള ഒരു ദൈവം. ആ ദൈവബന്ധത്തിന്റെ അനുസ്മരണയിൽ 50 വർഷം ഒരു വചനകൂടാരം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യാപരിച്ചതിനെ കുറിച്ച് നന്ദി പറഞ്ഞ് കുർബാന അർപ്പിച്ച് നാം ഇവിടെ ആയിരിക്കുന്നു. ദൈവം നമ്മുടെ കുടുംബത്ത് വന്ന് താമസിച്ചതിൻ്റെ, നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നതിൻ്റെ, നമ്മുടെ ഇടവകയിലും നമ്മുടെ ദേശത്തും അധിവസിക്കുന്നതിൻ്റെ, നമ്മുടെ സഭയിൽ അവിടുന്ന് ഇമ്മാനുവേലായി വ്യാപരിക്കുന്നതിൻ്റെ, ദൈവമക്കളുടെ ഇടയിൽ ദൈവരാജ്യത്തിൽ അവിടുന്ന് വ്യാപരിക്കുന്നതിൻ്റെ എല്ലാ ബന്ധവും നാം ഓർക്കുന്ന ഒരു സന്ദർഭം. 5 പതിറ്റാണ്ടായി
നാം ഓർത്തു വരുന്ന ഈ സത്യം ഇന്നിവിടെ വിശുദ്ധ കുർബാനയിൽ ആഘോഷിച്ച് നാം തൃപ്തരായിരിക്കുന്നു. ഇതിൽ ചെറുതെന്നോ വലുതെന്നോ ഒന്നും നാം ആകുലപ്പെടേണ്ടതില്ല എന്ന് സുവിശേഷം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് എന്നെ പോലെയുള്ളവർക്ക് പ്രാപ്യമാണോ? നിസ്സാരനായി എന്നെ അങ്ങനെ ദൈവം പരിഗണിക്കുന്നുണ്ടോ എന്നൊക്കെ നാം അന്വേഷിക്കുമ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേരുടെ ആ ഭാഗം ഒന്നുകൂടി എടുത്ത് വായിക്കുക. നിസ്സാരനായ എന്നെ ദൈവം എന്തിൻ്റെ പേരിലാണ് പരിഗണിക്കുന്നത്? അങ്ങനെ പരിഗണിക്കുമോ? കോടാനുകോടി ജനങ്ങളുള്ളപ്പോൾ ഈ ഏഴയെ അങ്ങനെ കരുതാൻ എന്താണ് ഒരു അടിസ്ഥാന മാനദണ്ഡം? പാവപ്പെട്ട വിധവയുടെ ചില്ലിക്കാശിൻ്റെ കാര്യം വേദപുസ്തകത്തിൽ മാത്രമല്ല, നാം അത് ഓർക്കണം പ്രിയപ്പെട്ടവരെ. വേദപുസ്തകത്തിൻ്റെ ആ ഒരു താളിൽ പാവപ്പെട്ട വിധവയുടെ ഒരു ചിത്രം പരിശുദ്ധാത്മ പ്രേരിതമായി വരച്ച് ഇട്ടിരിക്കുകയാണ്. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എന്തെല്ലാം ഉണ്ട്. കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പ്രവൃത്തികൾ ഇനി വിശദീകരിക്കാനുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് പാവപ്പെട്ട ഒരു സ്ത്രീ 2 ചെമ്പിൻ തുട്ടുകൾ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് ആരും കാണാതെ തിരിച്ചു പോകുമ്പോൾ ഈ 2 കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളിൽ ഉടക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു രൂപാന്തരീകരണത്തിൻ്റെ വിസ്മയ ചരിത്രം അറിയുമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ആരൊക്കെയോ ഞരങ്ങുന്നത് കേട്ടു, ഒന്നും വ്യക്തമല്ല. വിശുദ്ധ വേദ പുസ്തകമാണ്, ബൈബിളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏത് ഭാഷയിൽ വിവർത്തനം ചെയ്താലും ഈ പാവപ്പെട്ട വിധവ, ഈ അമ്മയുടെ ചിത്രം ആ ഗ്രന്ഥത്തിലുണ്ട്. ഈ അമ്മ എന്തോ എത്ര വലിയ കാര്യം ചെയ്തത്! ഇത്ര വലിയ കാര്യമായിട്ട് എന്തുവാ ഈ എല്ലാ പുസ്തകത്തിലും അടിച്ചു വരാൻ തക്ക വിധം എന്തു ചെയ്തെന്നാ? ഈ അമ്മയുടെ ഹൃദയം ദൈവത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. കർത്താവ് ഈ അമ്മയുടെ ഹൃദയം വായിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കർത്താവിനെ അടുത്തറിയുന്നവർക്ക് അനുകരിക്കാൻ സാധിക്കുന്ന ഒരു സത്യം കർത്താവ് പഠിപ്പിച്ചു. അവരാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ വലിയ കുറവുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, എൻ്റെ ജീവിതത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയൊക്കെ നോക്കുമ്പോൾ ദൈവം എന്നെ പരിഗണിക്കുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ അത് ദൈവനിഷേധമാണ് മക്കളെ. പാവപ്പെട്ട വിധവയുടെ ചെമ്പിൻ തുട്ട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കർത്താവ് കണ്ടു എന്ന് മാത്രമല്ല, സുവിശേഷത്തിൽ അത് ഭാഗമായി മാറി ലോകത്തിലെല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഈ അമ്മയുടെ ചിത്രവും ഈ അമ്മയുടെ പ്രവൃത്തിയും അവിടെ ചേർക്കപ്പെടുകയാണ്. ഇതാണ് കർത്താവ് ബന്ധം സ്ഥാപിക്കുമ്പോൾ അത്ഭുതകരമായി നമുക്ക് നൽകുന്ന പാഠം. നാം തന്നെ പറയാറില്ലേ, വായിക്കാറുണ്ടല്ലോ, കർത്താവ് പറഞ്ഞ കാര്യവും ചെയ്ത പ്രവൃത്തിയും എല്ലാം എഴുതി വെക്കാനാണെങ്കിൽ ഇതൊന്നും മതിയാവുകയില്ല. അങ്ങനെ റെസ്ട്രിക്റ്റഡായ സ്പേസ് ഉള്ള ഒരു ഗ്രന്ഥത്തിൽ ഈ വിധവയുടെ 2 ചില്ലിക്കാശിന് കർത്താവ് നൽകുന്ന വില സ്വർഗത്തിൻ്റെ വിലയാണ്. അവിടെ ഇനി നമ്മൾ ദൈവനിഷേധമായി പറയരുത്, ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ടോ എന്ന്. താല്പര്യപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ സംഭവം വിശദീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നാം ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. ഞാൻ കുട്ടികളോട് ചോദിക്കും, ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിയാലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടികളൊക്കെ ഓരോ ഉത്തരവൊക്കെ പറയും. മാതാപിതാക്കളോട് ചോദിക്കും, അവരും ഒട്ടേറെ പേര് നിങ്ങളെപ്പോലെ ആയതുകൊണ്ട് ഒന്നും വിട്ടു പറയത്തില്ല. പറയുന്നവർ തന്നെ ഇടയ്ക്ക് ഞരക്കം പോലെ, ചെറിയ ഓക്സിജൻ കൊടുത്തിട്ടേക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഞരങ്ങും. വ്യക്തമല്ല, നമുക്ക് പറയാൻ നമുക്കൊന്നുമില്ല. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്
നമ്മളുമായി ബന്ധപ്പെട്ട ഏത് യാഥാർത്ഥ്യമാണ് എന്ന് ചോദിച്ചാൽ, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനേകം ഘടകങ്ങളില്ലേ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബമാണ്. അവിടെയാണ് സാത്താൻ, പിശാച് അവൻ്റെ ആധിപത്യം പല രീതിയിൽ സ്ഥാപിക്കുക. 3 വയസ്സുള്ള ഒരു മകൾ എനിക്കറിയാവുന്ന വീട്ടിലെയാണ്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളോട് ചോദിച്ചു, നിനക്കെന്നെ അറിയാമോ? എനിക്കറിയാം. നിനക്കങ്ങനെ അറിയാം എന്നെ? അവൾ ഉടനെ പറഞ്ഞ മറുപടി, എൻ്റെ സിസ്റ്റത്തിലുണ്ടെന്ന്. 3 വയസ്സ് ആകുന്നതേ ഉള്ളൂ, എൻ്റെ സിസ്റ്റത്തിലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, അത്രയൊന്നും വിദ്യാഭ്യാസം എനിക്കില്ല. എൻ്റെ സിസ്റ്റത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് നിന്ന ആളിനോട് ചോദിച്ചു, എന്താ അവൾ ഉദ്ദേശിച്ചത്? പറഞ്ഞു, ഞാൻ തന്നെ ചോദിച്ചു, എന്തുവാ നീ ഉദ്ദേശിച്ച മോളെ എന്ന് പറഞ്ഞു. അവൾക്ക് ചെറിയൊരു ടാബുണ്ട്, ആ ടാബിൽ എൻ്റെ ഫോട്ടോ ഉണ്ടെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. 3 വയസ്സാകുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ് അല്ലേ? അതുപോലും സമ്മതിക്കുകയില്ലേ? അതെ, നല്ല ബുദ്ധിയുള്ളവരാണ്. നമ്മളെക്കാൾ എത്രയോ ബുദ്ധി കൂടിയിട്ടുണ്ട് അവർക്ക്. മറ്റൊരു മകൾ 5 വയസ്സ്. അവള് എന്നെ ക്രിസ്മസിനെ വിളിച്ച് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞായിരുന്നു. അവളുടെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ. 5 വയസ്സേ ഉള്ളൂ. ബാവ ഹാപ്പി ക്രിസ്മസ്. ഓ സന്തോഷം, ഹാപ്പി ക്രിസ്മസ്. 2 ദിവസം കഴിഞ്ഞ് അവിടെ അപ്പൻ ചോദിച്ചു, നീ എന്നെ വിഷ് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, ബാവായെ വിഷ് ചെയ്തത് കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. കേട്ടു. അതേലങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന്. 5 വയസ്സ്. ട്രെയിനിങ് എടുത്ത് വന്ന് പറയുന്നതൊന്നുമല്ല, ഇതൊക്കെ സ്പോണ്ടേനിയസായി എവിടെ നിന്നൊക്കെയോ കിട്ടുന്നത്. ബുദ്ധിയുള്ള കുട്ടികളാണ്. ഒരു ചോക്ലേറ്റ് കൊടുത്തായിരുന്നു. ചോക്ലേറ്റ് കൊടുത്തിട്ട് പിള്ളേർക്ക് ചോക്ലേറ്റ് കിട്ടിയ ഉടനെ ആദ്യം ചെയ്യുന്ന പരിപാടി അത് ഓപ്പറേഷൻ അല്ലേ, വലിച്ചു കയറാൻ നോക്കിയപ്പം അവിടെ അമ്മ പറഞ്ഞു, പിതാവ് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പിതാവ് പോയിട്ട് കഴിക്കാം. ഒരു 2 മിനിറ്റ് അവൾ നോക്കി. 2 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വന്ന് തോണ്ടിയിട്ട് ചോദിച്ചു, എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. അതല്ല, പോയേ പറ്റൂ. എന്നോട് ചോദിച്ചു, എവിടെ കിടക്കും? ഞാൻ പറഞ്ഞു, ഈ മേശപ്പുറത്ത് കിടക്കും. ഇല്ലില്ല, അത് തുണി തേക്കാനുള്ളതാണ്, അവിടെ കിടക്കാൻ പറ്റത്തില്ലെന്ന്. അവിടെ വിഷയം തുണി തേക്കുന്നതൊന്നുമല്ല, എന്നെ വിട്ടിട്ട് വേണം മറ്റേ സാധനം കഴിക്കാൻ. അമ്മ പറഞ്ഞാന്നല്ല പോയിട്ട് കഴിക്കാമെന്ന്. ഇയാൾ പോകുന്നുമില്ല, കഴിക്കാൻ ഇടവരുന്നുമില്ല. ഇതാണ്, കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ കാർമികൻ നിങ്ങളോടൊരു ഉപദേശം പറഞ്ഞായിരുന്നു. എന്തെല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോർത്തിരിക്കണം. അല്ല, ഒന്നോർത്തിരിക്കുന്നത് നല്ലതാണ്. സത്യവിശ്വാസം നിങ്ങളിൽ ഉറപ്പിക്കുകയും അത് നിങ്ങളുടെ മുമ്പേ ഇച്ചിരി ഞരക്കമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, വിട്ടുപോയോ അതെല്ലാം? ഈ ഫ്രണ്ട് ഇരിക്കുന്നവരുടെ പേരൊക്കെ എനിക്കറിയാം, പക്ഷേ വിളിച്ച് ചോദിക്കുന്നത് മോശമല്ലേ? അവർക്ക് ഇനി അടുത്ത വർഷവും കൺവെൻഷന് വരേണ്ടതല്ലയോ? അതുകൊണ്ട് ഞാൻ പേരൊന്നും വിളിച്ച് ചോദിക്കുന്നില്ല. സത്യവിശ്വാസം നിങ്ങൾ ഉറപ്പിക്കുകയും നിങ്ങളുടെ സന്തതികൾക്ക് അത് അവകാശമായി കൊടുക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ പന്തലിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകരുത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇഷ്ടപ്പെടായ കൊണ്ട് സത്യവിശ്വാസം നിങ്ങൾ ഉറപ്പിക്കുകയും നിങ്ങളുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ദൈവത്തെ വിളിക്കാൻ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ വാ പൊത്തിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? കുഞ്ഞിലെ ദൈവം എന്നുള്ളൊരു വാക്ക് പറയാൻ നമ്മളെ അനുവദിച്ചിരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ ആരായിരുന്നേനെ? ഇനി മാത്രമല്ല, നമ്മൾ ജനിക്കണ്ടായെന്ന് നമ്മുടെ അമ്മ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി?
ദൈവമേ എന്ന് വിളിക്കുന്നതിന് മാത്രമല്ല, ദൈവമേ എന്ന് വിളിക്കാൻ പള്ളിയിൽ പോകാൻ മടി കാട്ടിയാൽ അതിന് തക്ക ശിക്ഷ നൽകി വിടാൻ കഴിയുമായിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ലല്ലോ. വിടുവോ? പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ എന്തെല്ലാം ക്വസ്റ്റ്യനിങ് ആ വീട്ടിൽ വരുമ്പോൾ ഭയങ്കരമാണ്. പക്ഷെ നിന്റെ ദൈവത്തെക്കുറിച്ച് പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പൻ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിന്റെ മകളുടെ ചെവിയിൽ മോളെ നീ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ദൈവബന്ധത്തിന്റെ ആഘോഷമാണ് 50 വർഷം ഇവിടെ പൂർത്തിയാക്കുക. നിനക്ക് പരീക്ഷയെക്കുറിച്ച്, CBSE സിലബസിനെ കുറിച്ച്, ICSE നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്താരും കേട്ടിട്ടില്ലെങ്കിലും ആ സിലബസിനെ കുറിച്ച് ഒക്കെ നീ വാചാലമായി നിന്റെ കൊച്ചു മകളോടോ കൊച്ചു മകനോട് സംസാരിക്കുന്നതിന് ഒരു മടിയില്ലല്ലോ. നിന്നെ വഴി നടത്തിയ നിന്റെ ദൈവത്തെക്കുറിച്ച് നീ എന്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? വാട്ട് ഡിഡ് യു ടെൽ ദം? നീ എന്താ പറഞ്ഞു കൊടുത്തത്? നമ്മളാകെ പറഞ്ഞു കൊടുത്തത് മേശയ്ക്ക് ചുറ്റും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പള്ളി കമ്മിറ്റിയുടെ ആ നടത്തിപ്പിനെ കുറിച്ചും വികാരിച്ചനെ കുറിച്ചുമൊക്കെ മാത്രമാണെങ്കിൽ നെഗറ്റീവ് ഫേസിൽ ഈ കുഞ്ഞുങ്ങൾ വളരും. അങ്ങനെ വെറുക്കപ്പെട്ട ഒരു ചിത്രം മനസ്സിലേക്ക് കയറിയിരിക്കുമ്പോൾ അവനോട് 15-ാം വയസ്സിൽ നീ സെമിനാരിയിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ അവൻ നമ്മെ ഉപദ്രവിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗ്യം. അങ്ങനെ വെറുക്കപ്പെട്ട ഒരു ചിത്രം മനസ്സിലേക്ക് കൊടുത്തിട്ട് നീ സന്യാസിനിയാകാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അത് തന്നെ. നീ സ്നേഹിക്കുന്നതിനെ, നീ ഉള്ളിൽ കരുതുന്നതിനെ നിനക്ക് നിന്റെ മക്കളോട് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ലേ 50 വർഷമായി നമ്മളിവിടെ ആഘോഷിക്കുക? നമ്മളോട് ബാനർ കെട്ടി കൺവെൻഷൻ 50-ാം വർഷത്തിലേക്ക് എന്ന് പറയുന്നതിന്റെ സത്യം ഇതല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ നിലമ്പൂർ കൺവെൻഷൻ 50 വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ കാര്യമാണ്: എന്നെ കൈവിടാതെ കാത്തു സൂക്ഷിച്ച എൻ്റെ ദൈവം ഇനിയുള്ള നാളുകളിലും എന്നെ കൂടെ നിർത്തും. ഈ 50 വർഷത്തിൽ ഒരു വർഷം ഞാനാണ് ഇവിടെ കൺവെൻഷൻ പ്രസംഗം നടത്താൻ വന്നത്. ബത്തേരിയിലെ വികാരി ജനറൽ ആയിരുന്ന ഒരു സമയത്ത്, വർഷം ഞാൻ ഓർക്കുന്നില്ല. വളരെ ആവേശത്തോടു കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കൺവെൻഷനിൽ ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ മുതിർന്ന ഒരു തലമുറയും അതിനുശേഷം വന്നിരിക്കുന്ന പിന്നാലെ വന്ന തലമുറയും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഈ കൂട്ടാരം. ദൈവം കൂടെ ഇരിക്കട്ടെ, ദൈവം ശക്തമായി നയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ്, നമ്മുടെ ഹൃദയം അതിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞതാണോ? അല്ല. ഇത് 2 ഡോക്ടർമാർ രാവിലെ വന്ന് എന്നെ പരിശോധിച്ചു. നമ്മുടെ രൂപതക്കാരാണ്. അവരാണ് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, കൺവെൻഷനിലോട്ട് പൊക്കോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ തരുന്ന ഒരു ഗ്യാരണ്ടിക്ക് ഒരു പരിമിതിയുണ്ട്. ആ ഡോക്ടർമാരോടുള്ള അനാദരവ് കൊണ്ടല്ല, അവർക്ക് പരിമിതിയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യമൊക്കെ പറയാൻ, മുൻകൂട്ടി പറയാൻ ഏതെങ്കിലും ഡോക്ടർക്ക് കഴിയുമോ? കള്ളു കുടിച്ച് വഴി കിടക്കുമ്പോൾ ഡോക്ടർമാർ ചിലപ്പോൾ പറയും, അധികം കാലം പോകത്തില്ല കേട്ടോ, ഫ്യൂസോ അങ്ങ് ഓഫാകാറായി, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വാണിങ്ങി പറയുമായിരിക്കും. പക്ഷേ എങ്കിലും ഒരു എക്സാക്ട് ടൈം, ഇന്ന് 5:30 നീ ചത്തുപോകുന്നൊന്നും ആരും പറയത്തില്ലല്ലോ. അങ്ങനെ പറയുന്ന ആ കൃത്യം നല്ലത്. കാരണം 6 മണിക്ക് നമുക്ക് പെട്ടി വാങ്ങിച്ചു വെക്കാമല്ലോ. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ആരും പറയത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്, നിന്റെ ദൈവം നിന്നെ കൈവിടില്ല, നിന്റെ ദൈവം നിന്നെ കൈവിടില്ല. അത് പറയാനാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നത്.
അത് നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ജൂബിലിയുടെ ഈ സന്തോഷമായി അത് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും ദൈവം പരിശുദ്ധാത്മാവ് വഴി പ്രസരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ഈ വചനം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹവും ഇന്ന് രാവിലെ വരെയുള്ള എൻ്റെ തീരുമാനവും. എന്നാൽ ശാരീരികമായി ഈ ജലദോഷം വളരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടും ഇന്ന് ഒരു ദീർഘയാത്ര, ഇനി ബാംഗ്ലൂർ വരെ നീളുന്ന ഒരു യാത്ര പോകേണ്ടത് കൊണ്ടും ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അഭിവന്യ പിതാവിനോട് വിശുദ്ധ കുർബാന അർപ്പിക്കും, ഞാൻ ഇവിടെ ദൈവവചനം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞത്. ഉള്ളത് മനസ്സിലാക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തിലെ ആ ഒരു സംഭവം കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മുന്നോട്ട് നോക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കടൽ തിരമാലകൾ ഉയർന്ന് വരികയാണ്, ശക്തമായ കാറ്റ് വരികയാണ്. ഒരു ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാര് അവർ പരിഭ്രാന്തരായി. അവർ കർത്താവ് ആ പടവിൽ ഉണ്ട്, അവന് ശാന്തമായി ഉറങ്ങുകയാണ്. കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഒരു യാത്ര തുടർന്നു. ഇവിടെ പഴയ നമ്മുടെ പ്രാർത്ഥന രീതി അനുസരിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പാട്ടും പ്രാർത്ഥനയാണ്, ഗദ്യമായും പദ്യമായും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പഠിപ്പിച്ച് നമുക്ക് കൈമാറി തന്നിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്. കാറ്റിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്. നമ്മൾ യാത്രയിലാണ്, പ്രക്ഷുബ്ധമായ കടലാണ്, കാറ്റുണ്ട്, അതിശക്തമായി നമ്മെ ഭയപ്പെടുത്തുന്ന പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ മറ്റാർക്കുമില്ലാത്ത ഒരു ഗ്യാരണ്ടി നമ്മുടെ മധ്യേയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, അവൻ നമ്മുടെ ഒപ്പമുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ളവൻ നമ്മോടൊപ്പം ഇരിക്കുമ്പോൾ നീ എന്തിനാ അസ്വസ്ഥനാകുന്നത്? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ പടവിൽ കൂടെയുണ്ട്. പുതിയ വർഷത്തിൽ 2025 എന്ന പുതിയ വർഷത്തിൽ 51 എന്ന നമ്മുടെ ഈ കൺവെൻഷന്റെ പുതിയ വർഷത്തിൽ വിട്ടുപിരിയാത്ത ബന്ധവുമായി ഈ പടവിൽ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് കെട്ടുകഥയല്ല. അവൻ കൂടെയിരിക്കുന്ന ദൈവമാണെന്നുള്ള ഇമ്മാനുവേൽ എന്ന വലിയ വിശ്വാസത്തിൻ്റെ സത്യം, അറിവല്ല, പ്രഖ്യാപനമല്ല, യാഥാർത്ഥ്യം, അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. അവിടുന്ന് ഈ തോണി നയിച്ചുകൊള്ളും. ഈ കൺവെൻഷൻ ഇതുവരെയും അത്ഭുതകരമായ രീതിയിൽ ദൈവം പരിപാലിച്ചപ്പോൾ അതിന് വഴിയൊരുക്കിയ നമ്മുടെ അഭിവന്യരായ പിതാക്കന്മാർ, നമ്മുടെ വൈദിക സഹോദരങ്ങൾ ധാരാളം പേർ, വന്യനായ കോശി കാക്കനാട്ട് കോറപ്പിസ്കോപ്പ തുടങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ ഈ പ്രദേശത്ത് ഒക്കെയും നൽകിയിട്ടുള്ള, നമ്മുടെ ഇതിൻ്റെ പ്രാരംഭമായും തുടർച്ചയായും നമ്മുടെ ഇടവുകളിലൊക്കെ നടന്നു വന്നിട്ടുള്ള നമ്മുടെ കൺവെൻഷനുകൾ, നമ്മളുടെ പ്രിയപ്പെട്ട തോമസ് തുമ്പേച്ചറയച്ചൻ, ഇതിനെ സംബന്ധിച്ച് കൺവെൻഷൻ എന്ന് പറയുന്നത് ഇടവുകളിലൊക്കെ വലിയ ഒരു ഉത്സവമായിരുന്നു. വലിയ സന്തോഷത്തോടെ, വലിയ
രാത്രിയാമങ്ങളിൽ തന്നെ ഏൽപ്പിച്ച ദൈവജനത്തിന് വേണ്ടി കരം വിരിച്ചിരുന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന അഭിഷിക്തരുടെ മുഖവും അഭിഷിക്തരുടെ ശുശ്രൂഷയും എല്ലാം നമ്മുടെ ഈ പ്രദേശത്തെയും ഈ കൺവെൻഷനെയും ഒക്കെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ജാഗ്രത ഉള്ളവരാകാം. നമ്മുടെ മക്കളോട് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ മടിയില്ലാത്തവരാകാം. അവരോട് ചെവിയിലും വീട്ടിലും അത് മന്ത്രിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്നത് ഓർക്കാം. ഈ 50 വർഷത്തിൽ നാം ആഘോഷിക്കുമ്പോൾ അഭിമന്യ പിതാവ് ഇതിനെ പരിപോഷിപ്പിക്കുന്നതിനെടുക്കുന്ന വലിയ താല്പര്യവും സന്തോഷവും അത് പരിശുദ്ധാത്മാവ് കൂടുതൽ കൃപയ്ക്കായി അത് രൂപപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം 5 വർഷത്തെ വലിയ ഒരുക്കത്തിലാണ്, നമ്മുടെ പുനരൈക്യ ശതാബ്ദിയുടെ ഒരുക്കത്തിലാണ്. 5 വർഷം കഴിയുമ്പോൾ നാം പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ ഉള്ള സന്ദർഭമാകും. അതിൻ്റെ ഒരുക്കമായി വചനവർഷത്തിൽ നിന്റെ വചനമെൻ്റെ കാലുകൾക്ക് വിളക്ക് എന്ന് സത്യമായി വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുന്നതിന് നാം പരിശ്രമിക്കുമ്പോൾ ഈ ജൂബിലിയുടെ ഈ ആഘോഷം ആത്മാവിൽ നിറവുള്ളതായി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് ഈ വചന വർഷത്തിൻ്റെ ഈ ഒരുക്കം നമ്മുടെ ശതാബ്ദിയുടെ ഒരുക്കമായി ചേർത്ത് വെച്ച് സഭാത്മകമായ ഒരു മാനം ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ വൈദിക സഹോദരങ്ങളെയെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ കാലയളവിൽ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ കഴിഞ്ഞ് ഒക്കെ മാർട്ടിനച്ചൻ്റെ ബഹുമാനപ്പെട്ട മാർട്ടിനച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലിയാണ്. ബഹുമാനപ്പെട്ട കല്ലൂരച്ചൻ്റെ ജൂബിലി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ചൻ ജൂബിലേറിയനാണ്. ഇവരൊക്കെ സെമിനാരിയിൽ നമ്മുടെ ബത്തേരിയിൽ പഠിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഒരു എൻ്റെ ഭാഗ്യം, അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇനിയും നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം അഭിഷിക്തരുണ്ടാകുവാൻ, നിറവുള്ള ശുശ്രൂഷകരുണ്ടാകുവാൻ സ്വർഗം സഹായിക്കട്ടെ. നമുക്ക് ഈ വർഷം രൂപതയിൽ പുതുതായി 3 ബദനിയാശ്രമത്തിലെ ഉൾപ്പെടെ 4 വൈദികർ അഭിഷിക്തരായിട്ടുണ്ട്. നമ്മുടെ മേജർ സെമിനാരിയിൽ പഠിച്ച് വന്ന 3 വൈദികരെ നമ്മുടെ രൂപതയിലെ ശുശ്രൂഷയിൽ അവർ പ്രവേശിക്കുകയാണ്. അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ പ്രകാരമുള്ള ദൈവ വിളികൾ ഇനി നിങ്ങൾ ബത്തേരിയിലെ മാത്രം കണക്കെടുത്തിട്ട് സെമിനാരിയിലേക്ക് പിള്ളേരെ വിടരുത്. ബത്തേരി നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാ പള്ളിയിലും ഓരോ അച്ഛനും നോക്കാനുള്ള അച്ഛന്മാരുണ്ടെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കണക്കറിയാൻ വയ്യാത്തതുകൊണ്ട് കൂട്ടി പറഞ്ഞു വെക്കും. ഇപ്പോൾ 10 വൈദികരെ എനിക്ക് ബത്തേരിയിൽ നിന്ന് തരാമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, 15 പുതിയ മിഷൻ നോർത്ത് ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് സാധിക്കും. വൈദികരുടെ അഭാവം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രേക്ഷിത ശുശ്രൂഷയിൽ നമുക്ക് പുതിയ സമർപ്പണം ഉണ്ടാകുന്നതിന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ദൈവവിളികൾ വർദ്ധിക്കണം. അത് നമുക്ക് നമ്മുടെ രൂപതയിൽ മാത്രമല്ല, നമ്മുടെ സഭയിലെ മറ്റനേകം വേദികളിലെ ശുശ്രൂഷ ചെയ്യുവാനായി വൈദികരുടെ ആവശ്യമുണ്ട് എന്നത് ഓർക്കുക. സിസ്റ്റേഴ്സ് സമർപ്പിത ശുശ്രൂഷ ചെയ്യുമ്പോൾ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഇടവകയിൽ സിസ്റ്റേഴ്സ് വരുന്നില്ല. സിസ്റ്റേഴ്സ് വരാത്തതല്ല, സിസ്റ്റേഴ്സ് ഇല്ലാത്തതാണ് കാരണം. അപ്പോൾ ദൈവവിളികൾ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് നന്മ കുട്ടികൾ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മാതാപിതാക്കളും വിശ്വാസ പരിശീലകരും മുതിർന്ന മാതാപിതാക്കളും ഒക്കെ നന്മ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അറിയാതെ എങ്ങനെയാണ് അത് വിശ്വസിക്കുക? എന്നാൽ മാത്രമേ അതിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് നല്ല ദൈവവിളികൾ, നല്ല കുടുംബങ്ങൾ രൂപപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന്
വിശുദ്ധ കുർബാനയിൽ സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നെ ക്ഷണിച്ച അഭിഗന്യ പിതാവിനോടും ബഹുമാനപ്പെട്ട കല്ലൂരച്ചനോടും ഒക്കെയുള്ള വലിയ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ ശുശ്രൂഷകൾ വിശാലമാകുന്നതിനും നാം ഇനിയും കാണാത്ത ആളുകളെ നാം കണ്ടെത്തി അവർക്ക് നന്മ ചെയ്യുന്നതിനുമെല്ലാം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്ക് ചിരപരിചിതമായ ശുശ്രൂഷ വേദികളുണ്ട്. നാം ഇനിയും കണ്ടിട്ടില്ലാത്തതും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ അനേക മനുഷ്യർ. വേദപുസ്തകത്തിലെ ഒരു ഭാഗം പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്ന ആ ഒരു സങ്കേതം പോകരുത്. സഭയെന്നും സമുദായമെന്നും മാത്രം പറഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് മുൻകൂട്ടി പഠിപ്പിച്ചിട്ടുള്ള ദൈവരാജ്യം, സകല മനുഷ്യരും നന്മയിൽ മുന്നേറുന്ന ദൈവരാജ്യം എന്നതും നമ്മെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നോർക്കുക. സമുദായം എന്നത് കൂടെ ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ്. അത് നമുക്കൊരു സാങ്കേതികമായ ഒരു രക്ഷാബോധമൊക്കെ നൽകുന്നു എങ്കിലും സഭയുടെ ഒരു പര്യായമല്ല അത്. സഭ രക്ഷയുടെ കൂടാരമാണ്. എല്ലാ മനുഷ്യർക്കും സ്വർഗം നൽകുന്ന കൃപയുടെ ആവാസ കേന്ദ്രമാണ് ദൈവരാജ്യം. എല്ലാ മനുഷ്യരും ഒരുമിച്ച് സത്യദൈവത്തിലേക്ക് അടുത്തു വരുന്ന അവിടുത്തെ വലിയ പൊതുഭവനവുമാണ്. ആയതിനാൽ ഇതെല്ലാം സഭയിലൂടെ ശുശ്രൂഷ ചെയ്യപ്പെടുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ കൃപകളും സ്വർഗം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 51-ാം തവണ വേദപുസ്തകത്തെ മുൻനിർത്തി നമ്മൾ വീണ്ടും ഇവിടെ കൺവെൻഷനായി കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപിരിയാത്ത ദൈവബന്ധത്തിൻ്റെ നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുനാമത്തിന് ഇന്നുമെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.